നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയത് ഐസോക്കൻ്റ് ആണ്. ഓക്കെ. ഐസോക്കൻ്റ് ഔട്ട്പുട്ടിനെ രണ്ട് വേരിയബിളും രണ്ട് ഫാക്ടേഴ്സും വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി ഐസോക്കൻ്റ് വെച്ചുകൊണ്ടാണ് പ്രൊഡക്ഷനെ കാണിക്കാറുള്ളത്. അപ്പോൾ ഐസോക്കൻറ്റിൻ്റെ വേരിയസ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചായിരുന്നു. നെഗറ്റീവ്ലി സ്ലോപ്ഡ്, അതുപോലെ തന്നെ ഇറ്റ് ഇസ് കോൺവെക്സ് ടു ദ ഒറിജിൻ, അതുപോലെ തന്നെ ടു ഐസോക്കൻസ് ഡു നോട്ട് ഇന്റർസെക്റ്റ്, ഹയർ ഐസോക്കൻ വിൽ ഷോ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ നോൺ സ്റ്റാൻഡേർഡ് ഐസോക്കൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചായിരുന്നു. നോൺ സ്റ്റാൻഡേർഡ് ഐസോക്കൻസിൽ സാധാരണഗതിയിൽ ഐസോക്കൻ്റ് എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കോൺവെക്സ് ലൈൻ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണിക്കാറുള്ളത്. പക്ഷേ റിയൽ ലൈഫിൽ അത് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പം നോൺ സ്റ്റാൻഡേർഡ് ഐസോക്കൻ്റെ കേസ് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഐസോക്കൻ്റ് ആയിരുന്നു. പിന്നെ ഉള്ളത് ഈ പറയുന്ന കോംപ്ലിമെന്ററി, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി അല്ല, ഈ പറയുന്ന ഫിക്സഡ് റേഷ്യോയിൽ മാറുന്ന എൽ ഷേപ്ഡ് ഐസോക്കൻ്റ് പഠിച്ചു. പിന്നെ ഈ പറയുന്ന പിന്നെ ഏതൊക്കെയാ പഠിച്ചേ? കിങ്ഡ് ഐസോക്കൻ്റ് പഠിച്ചു. ഇത് മൂന്നല്ലേ നമ്മൾ പഠിച്ചത്? അതെ. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും ഈ പരീക്ഷ നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് റിഡ്ജ് ലൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിഡ്ജ് ലൈൻ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം, റിഡ്ജ് ലൈൻ എന്താണെന്നുള്ളത്. ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം റിഡ്ജ് ലൈൻ എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളതൊന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ റിഡ്ജ് ലൈൻ, ഞാനൊരു റിഡ്ജ് ലൈൻ സമയം കളയാണ്ടിരിക്കാൻ വേണ്ടി വരച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളതൊന്ന് വരച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ഈ റിഡ്ജ് ലൈനും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനൊരു ഐസോക്കൻ്റ് വരച്ചു. ആ ഐസോക്കൻ്റ് വരയ്ക്കാൻ നേരത്ത് ആ ഐസോക്കൻ്റിന് ഒരു റെലവൻ്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള റീജിയനും ഉണ്ട്, ഇറെലവൻ്റ് ആയിട്ടുള്ള റീജിയനും ഉണ്ട്. ഓക്കെ. റെലവൻ്റ് ആയിട്ടുള്ള റീജിയനും ഇറെലവൻ്റ് ആയിട്ടുള്ള റീജിയനും. ഈ റെലവൻ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്പ് ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ റെലവൻ്റ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് പ്രസക്തമായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ പ്രൊഡക്ഷന് പ്രസക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് റെലവൻ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. മറ്റുള്ള റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് അല്ല, പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണെങ്കിൽ അത് ഇറെലവൻ്റ് ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഐസോക്കൻ്റ് വരച്ചിട്ടുണ്ട്. അതൊരു പെർഫെക്റ്റ് ഐസോക്കൻ്റ് ഒന്നും അല്ല, ഒരു കോൺവെക്സ് ഷേപ്ഡ് ഐസോക്കൻ്റ്. അപ്പം ഞാനിതിനെ IQ1 എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പല പോയിന്റ്സുകൾ ഇടുകയാണ്. A, B, C, D എന്ന് പറയുന്ന 4 പോയിന്റ്സ് ഇട്ടു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എ ടു ഏത് പോയിന്റിലാണ് ഈ പറയുന്ന നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഉള്ളത്? ഐസോക്കിന്റെ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള റീജിയൻ ആയത് ഇതിൻ്റെ അകത്ത്? അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, അതാണ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എ. പിന്നെ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. A to B അല്ലെങ്കിൽ B to C അല്ലെങ്കിൽ C to D, അങ്ങനെ വേണ്ടേ നമ്മൾ പറയാൻ? ബി ടു സി. എ ടു ബി, ബി ടു സി. B to C ആണ് ഈ പറയുന്ന നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്ന് പറയുന്ന ഭാഗം ബേസിക്കലി. ഓക്കെ. B to Cയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഒരു ഡിമാൻഡ് കർവ് പോലുള്ള ഒരു ഭാഗമല്ലേ B to C എന്ന് പറയുന്നത്? ഞാൻ വരച്ചപ്പോൾ ഈ പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ B to C എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഭാഗമാണ്. A to Bക്ക് എന്താ സംഭവിച്ചേക്കണേ? നിങ്ങൾ A to B പോയിന്റ് എടുത്ത് നോക്കിയേ. A to B പോയിന്റിൽ അത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണോ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണോ? നോക്ക്, ഞാൻ ഇത് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാമെന്ന് വിചാരിക്കുക. A to B പോർഷനെ, ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ലേ? അല്ലെ, സപ്ലൈ കർവ് മാതിരി അല്ലേ? അപ്പൊ ആ പോർഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണോ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണോ? പോസിറ്റീവ്ലി സ്ലോപ്ഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ C to D എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക. അതും എന്ത് ഷേപ്ഡ് ആണ്? സ്ലോപ്പ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അപ്പൊ A to B പോയിന്റും C to D പോയിന്റിലും എന്ത് സ്ലോപ്പാണ് ഐസോക്കറ്റിനുള്ളത്? പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. ഞാൻ പറഞ്ഞു നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള റീജിയൻ ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്, ഇറെലവെന്റ് ആയിട്ടുള്ള റീജിയൻ ഓഫ് പ്രൊഡക്ഷനും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ B to C ആണ് ഇവിടെ നെഗറ്റീവ്ലി സ്ലോപ്ഡ്. അപ്പൊ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ഓരോ ഐസോക്കൻറ്റിലെയും എന്ത് റെലവെന്റ് ആയിട്ടുള്ള
റീജിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രൊഡക്ഷൻ നടക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഭാഗത്തായിരിക്കും. പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഐസോകനിന്റെ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് പ്രൊഡക്ഷൻ നടക്കില്ല. കാരണം അതൊരു നഷ്ടക്കച്ചവടമാണ് ബേസിക്കലി. റാഷണൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഒരിക്കലും പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് ഐസോകനിന്റെ പ്രൊഡക്ഷൻ നടത്തില്ല. ഇനി കാരണവും കാണിച്ചു തരാം. അതായത് ഈ സി ഈ എ ടു ഡി എന്ന് പറയുന്ന ഐസോക്കൻഡ് IQ1 എന്ന് പറയുന്ന ഐസോക്കൻഡ് 100 യൂണിറ്റ് ഓഫ് കേക്ക് ആണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. 100 കേക്ക് ആണ് ഈ ഐസോക്കൻഡ് കാണിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സി എന്ന് പറയുന്ന പോർഷൻ നമുക്ക് എടുക്കാം. സി എന്ന് പറയുന്ന പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ L1 യൂണിറ്റ്സ് ഓഫ് ലേബറും K1 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും ആണ് ഉപയോഗിക്കുന്നത്. സി എന്ന് പറയുന്ന പോർഷനിൽ L1 യൂണിറ്റ്സ് ഓഫ് ലേബറും K1 എമൗണ്ട് ഓഫ് ക്യാപിറ്റലും ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. തർക്കമൊന്നുമില്ല. ഇല്ല. ഇല്ല. ഓക്കെ. ഇനി എനിക്ക് L1 എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് ഓഫ് ലേബറും K1 എമൗണ്ട് ഓഫ് ക്യാപിറ്റലും വെച്ചുകൊണ്ട് എനിക്ക് ഇത്രയും പ്രൊഡക്ഷൻ നടത്താം. 100 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ നടത്താം. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ L2 എമൗണ്ട് ഓഫ് ലേബറും, അതായത് ഞാൻ ഇവിടെ ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് എടുക്കുകയാണ്, X1 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ ഞാൻ L1 എമൗണ്ട് ഓഫ് ലേബറും L2 എമൗണ്ട് ഓഫ് ലേബറും K2 എമൗണ്ട് ഓഫ് ക്യാപിറ്റലും ഉപയോഗിക്കണം. ആണോ? X1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഞാൻ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ L2 എമൗണ്ട് ഓഫ് ലേബറും K2 എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കണം. അതായത് രണ്ടിന്റെ എമൗണ്ട് എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തു. ഞാൻ അങ്ങനെ ഈ പറയുന്ന പ്രൊഡക്ഷൻ നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഞാൻ രണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് ഈ പറയുന്ന എനിക്ക് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അതായത് ഇവിടുത്തെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ L1-ൽ നിന്ന് L2 ആയിട്ട് ഞാൻ ലേബറിനെ ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് ലേബറിന് ഉണ്ടാകുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്താ? L1-ൽ ശ്രദ്ധിച്ചു കേൾക്കണം. L1-ൽ നിന്ന് L2-ലേക്ക് പോവാൻ നേരത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിന് എന്താ സംഭവിക്കുന്നത്? കുറയും. കുറയോ കൂടുവോ? കുറയും. കുറയും. അല്ലല്ല, കുറയും. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. അതായത് ഒരു സാധനം നമ്മളുടെ കയ്യിൽ കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കുക. ലേബർ അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഏത് സാധനമാണ് നമ്മളുടെ കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ ആ സാധനം കൂടുതൽ ഉണ്ടാവും തോറും അതിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? കുറയും. നിങ്ങൾ കൂടുതൽ കൊക്കക്കോള കുടിക്കാൻ നേരത്തെ നിങ്ങളുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നത് പോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഈ പറയുന്ന ഒരു യൂണിറ്റ് ഓഫ് ഏതെങ്കിലും ഒരു സാധനം ക്യാപിറ്റൽ അല്ലെങ്കിൽ ലേബർ ഉപയോഗിക്കാൻ നേരത്ത് അതിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ L1-ൽ ഒരു എമൗണ്ട് ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അപ്പൊ L1-ൽ നിന്ന് L2-ലേക്ക് പോവാൻ നേരത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ കുറയുന്ന മാത്രമല്ല, അത് നെഗറ്റീവ് ആവുകയാണ്. L1-ൽ നിന്ന് L2-ലേക്ക് പോകാൻ നേരത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ നെഗറ്റീവ് ആവുകയാണ്. അതിനെ ഈ പറയുന്ന ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും? ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. ഞാൻ എന്തോരം ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഞാൻ X1 ആ ഐസോക്കൻഡിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ എന്തോരം ക്യാപിറ്റൽ, അതായത് L1 L2 എന്ന് പറയുന്ന ലേബർ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കുറയാണ് ചെയ്തത്. കാരണം മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് നെഗറ്റീവായി L1-ൽ നിന്ന് L2-ലേക്ക് പോകാൻ നേരത്ത്. അപ്പോൾ അതിനെ ഈ പറയുന്ന ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാപിറ്റൽ ഉപയോഗിച്ചു. എന്തോരം ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അത് ഓവർകം ചെയ്യുന്നത്? K1 K2 എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഓവർകം ചെയ്യുന്നത്. അങ്ങനെ ഓവർകം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കേട്ടില്ല. സ്റ്റക്കായ? അതൊന്നും കേട്ടില്ല. ഓവർകം ചെയ്യാൻ അത്രയും കേട്ടുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ L1 L2 എമൗണ്ട് ഓഫ് ലേബറിന്റെ നെഗറ്റീവ് മാർജിനൽ പ്രൊഡക്ടിവിറ്റീനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോരും ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ട വരും എന്നുള്ളതാണ് ചോദ്യം. കേൾക്കുന്നില്ല നിങ്ങൾ? K1 K2. വെരി ഗുഡ്. K1 K2 എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ട വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ L1 തൊട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു L1 തൊട്ട് L2 വരെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ L1 പോയിന്റിൽ എക്സാക്ട്ലി എന്തായിരിക്കും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത്? എക്സാക്ട്ലി 0 ആയിരിക്കും. L1 എന്ന് പറയുന്ന പോയിന്റിൽ, കാരണം
അതായത് വൺ, അതായത് ഇപ്പൊ 2 ഉണ്ട്, 1 ഉണ്ട്, 0 എത്തി, 0 കഴിഞ്ഞിട്ട് ഈ പറയുന്ന നെഗറ്റീവ് നമ്പേഴ്സ് വരും. എന്ന് പറഞ്ഞ പോലെ തന്നെ L1 എത്താൻ നേരത്തെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് 0 ആയി. 0 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എന്ത് നമ്പറാ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ സി എന്ന് പറയുന്ന പോയിന്റിൽ L1 എമൗണ്ട് ഓഫ് ലേബർ ഉപയോഗിക്കാൻ നേരത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈ പോയിന്റിൽ L1 എന്ന് പറയുന്ന പോയിന്റിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താണ്? 0. 0 ആണ്. ഓക്കെ ആണോ? സംശയമില്ലല്ലോ, തർക്കമില്ലല്ലോ. ഓക്കെ, L1 തൊട്ട് L2 വരെ എന്തെന്നാണ് ഞാൻ പറഞ്ഞേ? ഓക്കെ, ഞാൻ ഇനി L3 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെയും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ത് തന്നെയാണ്? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. ഓക്കെ ആണോ? ഇനി ഞാൻ നേരെ ഇതേ സാധനം തന്നെ ഞാൻ ബി പോയിന്റ് എടുക്കാമെന്ന് വിചാരിക്കുക. ഈ പോയിന്റ് ബി പോയിന്റില് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിന് എന്തായിരിക്കും സംഭവിക്കുക? 0 ആണ്. വെരി ഗുഡ്. ഇനി ഈ ബി ടു എയിലേക്ക് പോകാൻ നേരത്ത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റലിന് എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഇറലവന്റ് റീജിയൻ അല്ലെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഐസോക്കൻഡ് ഉള്ള സ്ഥലത്ത്, അതായത് ഐസോക്കൻഡിന്റെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള റീജിയനുകളിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ അത് ഡിവൈഡഡ് അല്ലേ, അല്ലെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? അതായത് ഒരു റെലവന്റ് റീജിയനും ഉണ്ട്, ഒരു ഇറലവന്റ് റീജിയനും ഉണ്ട് ഐസോക്കൻഡിന്. റെലവന്റ് റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് പോർഷൻ ഓഫ് ഐസോക്കൻഡ് ആണ്. ഓക്കെ, പോസിറ്റീവ്ലി സ്ലോപ്ഡ് പോർഷനിലൊക്കെ തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ 3 ഐസോക്കൻഡ് വരച്ചിട്ടുണ്ട്. 3 ഐസോക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ പേര് എഴുതാം. ഒന്ന് IQ1 ഐസോക്കൻഡ്, IQ2 ഐസോക്കൻഡ്, IQ3 ഐസോക്കൻഡ്. ഓക്കെ ആണല്ലോ? സംശയമില്ലല്ലോ. ഇനി ഞാൻ ഈ റെലവന്റ് റീജിയനെ ഈ പറയുന്ന മറ്റൊരു കർവ് വെച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഡൈസെക്ട് ചെയ്തിട്ടുണ്ട്. ഡൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെട്ടിയെടുക്കുകയാണ്. അതെ, ഈ കർവ് വെച്ചുകൊണ്ട് ഞാൻ അപ്പർ പോർഷൻ ഓഫ് ഐസോക്കൻഡ്, അതായത് നെഗറ്റീവ് പോർഷനെയും പോസിറ്റീവ് പോർഷനെയും ഈ പറയുന്ന ആ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആവുന്ന പോയിന്റുകൾ, ആ പോയിന്റിൽ കൂടെ കട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ലൈൻ വരച്ചു. ആ ലൈനിന് ഞാൻ ഈ പറയുന്ന OX1 പേര് കൊടുത്തു. ഓക്കെ, OX1 പേര് കൊടുത്തു. അതായത് ഐസോക്കൻഡിന്റെ റെലവന്റ് റീജിയനെ തിരിക്കുന്ന, റെലവന്റ് റീജിയനും ഇറലവന്റ് റീജിയനും ഇടയ്ക്കുള്ള ആ പോയിന്റ് ഉണ്ടല്ലോ, കറക്റ്റ് പോയിന്റ്, അതിൽ കൂടെ ഞാനൊരു ലോക്കസ് ഓഫ് ആ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു. അതിനെ ഞാൻ OX1 എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി താഴെയുള്ള ഭാഗത്ത്, അതായത് ഈ ഭാഗത്തും ഈ പറയുന്ന റെലവന്റ് റീജിയനും ഉണ്ട്, ഇറലവന്റ് റീജിയനും ഉണ്ട്. അതായത് ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആവുന്ന പോയിന്റുകൾ, അതിൽ കൂടെയും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ അതിന് പേര് Y1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ? സാർ ഒന്നുകൂടെ പറയോ? പറയാലോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ഇച്ചിരിയും കൂടെ ഈ പറയുന്ന സെയിം സാധനം തന്നെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതായത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, റെലവന്റ് റീജിയനെയും ഇറലവന്റ് ആയിട്ടുള്ള റീജിയനും ഉണ്ട് എന്ന് പറഞ്ഞു. റെലവന്റ് റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് പോർഷൻ ഓഫ് ഐസോക്കൻഡ് ആണ്. ഇറലവന്റ് റീജിയൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് പോർഷൻ ഓഫ് ഐസോക്കൻഡ് ആണ്.
ഈ ആ കർവിന്റെ കേർവേച്ചർ മാറുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിച്ചപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നൊക്കെ പറഞ്ഞു. ആ നെഗറ്റീവ്ലി സ്ലോപ്ഡിൽ നിന്ന് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആവുന്ന ആ പോയിന്റുകൾ, ഇപ്പൊ ഈ പോയിന്റ് ഇവിടെ അതെന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക, അല്ല R1 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ അത് S1 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ അത് T1 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ആ പോയിന്റുകളിൽ കൂടെ ഞാനൊരു ലൈൻ വരച്ചു. ആ ലൈനിന് ഞാൻ OX1 എന്ന് പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി താഴെ ഇതുപോലെ തന്നെയുണ്ട്. താഴെയും ഈ പറയുന്ന റെലവന്റ് റീജിയനെയും ഇറലവന്റ് റീജിയനെയും തിരിക്കുന്ന പോയിന്റുകൾക്ക് ഞാൻ RST എന്ന് പേര് കൊടുത്തു. അതിൽ കൂടെ ഞാൻ ഒരു ലൈൻ വരച്ചു. അതിനെയാണ് OY1 എന്ന് ഞാൻ ഒരു പേര് കൊടുത്തു. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ആണ്. ഇനി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് IQ1 ഐസോക്കൻ്റ് ഉണ്ട്, IQ2 ഐസോക്കൻ്റ് ഉണ്ട്, IQ3 ഐസോക്കൻ്റ് ഉണ്ട്. IQ3 ഐസോക്കൻ്റ് എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. IQ2 എന്ന് പറയുന്നത് 200 ആണ്. IQ1 എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പോൾ ഉള്ളത് 300 യൂണിറ്റ്സ് ഉണ്ടാക്കുന്ന IQ3 ഐസോക്കനിലെ പോയിന്റ് ടിയിലാണെന്ന് വിചാരിക്കുക. പോയിന്റ് ടിയിലാണെന്ന് വിചാരിക്കുക. ഇനി ഞാൻ ഈ പോയിന്റ് ടിയിൽ നിന്ന് ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്. ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 ആണ് ക്യാപിറ്റൽ പോയിന്റ് ടിയിൽ. L1 എന്ന് പറയുന്നത് എത്രയാണ്? ലേബർ എന്ന് പറയുന്നത് എത്രയാണ്? L1 ആണ്. ഓക്കെ ആണല്ലോ. പോയിന്റ് ടിയിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് K1 ആണ്, എമൗണ്ട് ഓഫ് ലേബർ എന്ന് പറയുന്നത് L1 ആണ്. ഞാൻ K1 കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട്, K1 ഞാൻ മാറ്റുന്നില്ലേ, ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ ലേബറിന്റെ എമൗണ്ട് കൂട്ടുകയാണ്. ലേബറിന്റെ എമൗണ്ട് കൂട്ടാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത് ഒന്ന് പറയാവോ ആർക്കെങ്കിലും? IQ2ലേക്ക് വെരി ഗുഡ്. ഞാൻ എങ്ങോട്ട് പോയി? ഞാൻ ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്, ലേബറിനെ മാത്രമേ കൂട്ടുള്ളൂങ്കിൽ ഞാൻ എങ്ങോട്ട് പോയി? IQ2 ഐസോക്കൻഡിലേക്ക് ഞാൻ പോവുകയാണ്. കാരണം എന്താ? IQ2 ഐസോക്കൻഡിലേക്ക് പോകാൻ കാരണം എന്താ? കുറഞ്ഞു. കാരണം എന്താ? അതായത് ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം എന്താ? ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു. നെഗറ്റീവായി. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു എന്നല്ല, ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി നെഗറ്റീവായി. ആ ലേബർ കാരണം ഈ പറയുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് പ്രൊഡക്ഷനിൽ. അതുകൊണ്ട് ഔട്ട്പുട്ട് എന്താണ് സംഭവിച്ചത്? ഔട്ട്പുട്ട് കുറയാണ് ചെയ്തത്. മനസ്സിലായോ? ഇത് ഞാൻ വീണ്ടും ഈ പറയുന്ന എക്കണോമിക് റീജിയനെയും നോൺ എക്കണോമിക് റീജിയനെയും തിരിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു മാത്രം. ഇതുമല്ല നമ്മുടെ പ്രസക്തമായിട്ടുള്ള ഭാഗം. നമ്മളുടെ പ്രസക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. റെലവന്റ് റീജിയനിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? പോസിറ്റീവ് ആയിരിക്കും. ആ, റെലവന്റ് ആയിട്ടുള്ള റീജിയനിൽ, അതായത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് പോർഷനിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇറെലവന്റ് ആയിട്ടുള്ള റീജിയനിൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി 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 എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞു അങ്ങനെ OX1 എന്ന് പറയുന്നത് ആ കേർവിന്റെ കേർവേച്ചർ മാറുന്നത്, അതായത് റെലവന്റ് റീജിയനെയും ഇറലവന്റ് റീജിയനെയും തിരിക്കുന്ന പോയിന്റുകളിൽ കൂടെ പോകുന്ന ഒരു ലൈനെയാണ് OX1 എന്ന് പറയുന്നത്. ആ പോയിന്റുകളിലൊക്കെ തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞേ? 0. വെരി ഗുഡ്. ഈ പോയിന്റുകളിലൊക്കെ തന്നെ OY1 പോയിന്റുകളിലൊക്കെ തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്തായിരിക്കും നമ്മൾ പറഞ്ഞേ? 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഈ OX1നും OY1നും ഒരു എക്കണോമിക് ടേം കൊടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ഓക്കെ, റിഡ്ജ് ലൈൻ. അപ്പൊ 2 റിഡ്ജ് ലൈൻ ഉണ്ട്. അപ്പർ റിഡ്ജ് ലൈനും ഉണ്ട്, ലോവർ റിഡ്ജ് ലൈനിലും ഉണ്ട്. അപ്പർ റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത് OX1, ലോവർ റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത് OY1. സംശയമുണ്ടോ? തർക്കമുണ്ടോ? അപ്പർ റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത് OX1, ലോവർ റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത് OY1. സംശയമുണ്ടോ? ഇല്ല. അപ്പർ റിഡ്ജ് ലൈനിലൊക്കെ തന്നെ MPK എന്ന് പറയുന്നത്, അപ്പർ റിഡ്ജ് ലൈനിലൊക്കെ തന്നെ MPK എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? 0.
ലോവർ റിഡ്ജ് ലൈൻ ഇസ് ഈക്വൽ ടു OY1. അവിടെയൊക്കെ തന്നെ MPL എന്താന്നാ പറഞ്ഞേ? 0 ആയി. അതും സംശയമില്ല, തർക്കമില്ല. ഓക്കെ, അപ്പോ ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ MPL അല്ലെങ്കിൽ MPK എന്ന് പറയുന്ന പോയിന്റ്സ് 0 ആവുന്ന പോയിന്റുകളിൽ കൂടെ പോകുന്ന ഒരു ലോക്കസ് ഓഫ് പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു ലോക്കസ് ഓഫ് ലൈനിനെയാണ് എന്തെന്ന് പറയുന്നത്? റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത്. ഇനി എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, R എന്ന് പറയുന്ന പോയിന്റ്, S എന്ന് പറയുന്ന പോയിന്റ്, T എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. ഓക്കെ, RST, തൽക്കാലം T എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. അവിടുത്തെ MRTS എന്തായിരിക്കും? MRTS കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് നമ്മൾ പറഞ്ഞേക്കണേ? ഡെൽറ്റ കെ ബൈ ഡെൽറ്റ ഓ, അല്ലെങ്കിൽ ഈ പറയുന്ന MPL ബൈ KPL. MPL ബൈ MPK. ആ MPK. MPL ബൈ ഓക്കെ, MPL ബൈ MP, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ബൈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, T എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. T എന്ന് പറയുന്ന പോയിന്റിൽ MPL എന്താ? മാർജിനൽ Zero. പ്രൊഡക്ടിവിറ്റി Zero. MPL ഫുൾ ഫോം എന്താ പറയാ? 0. MPK എന്താ? ഒരു പോസിറ്റീവ് നമ്പർ. L1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ. ഞാൻ 10 എടുക്കുകയാണ്. ഓക്കെ, തൽക്കാലം ഞാൻ ചുമ്മാ വെറുതെ 10 എടുക്കുകയാണ്. അപ്പൊ 0 ഡിവൈഡഡ് ബൈ എനി പോസിറ്റീവ് നമ്പർ എത്രയായിരിക്കും? 0. 0. ഓക്കെ, ഞാൻ T1 എടുക്കുകയാണ്. ആദ്യം T എടുത്തു. T1ൽ ഈ പറയുന്ന MRTS എന്തായിരിക്കും? MPL ബൈ MPK. സംശയമൊന്നുമില്ല, ഫോർമുല അത് തന്നെയാണ്. പക്ഷേ അവിടെ MPL എന്താണ്? പോസിറ്റീവ് നമ്പർ. MPK എന്താ? 0 ആയി. 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി പോസിറ്റീവ് നമ്പർ ബൈ 0 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത്? Infinity. ഇൻഫിനിറ്റി. അൺഡിഫൈൻഡ് എന്നാണ് മാത്സുകാർ പറയുന്നത്, പക്ഷെ നമുക്ക് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോ അപ്പർ റിഡ്ജ് ലൈനിലെ MRTS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? Infinity. ലോവർ റിഡ്ജ് ലൈനിലെ MRTS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? 0. 0 എന്ന് പറയും. എല്ലാ റിഡ്ജ് ലൈനിലും ഈ പറയുന്ന MPL അല്ലെങ്കിൽ MPK എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ലോവർ റിഡ്ജ് ലൈനിൽ MPL എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പർ റിഡ്ജ് ലൈനിൽ MPL എന്തായിരിക്കും? Positive. പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഇറലവൻറ്റ് റീജിയൻ എന്ന് പറയുന്നത് ബേസിക്കലി ഏത് പോയിന്റ് പ്രൊഡക്ഷനെ ആയിരിക്കും കാണിക്കുന്നത്? അല്ലെങ്കിൽ റിലവൻറ്റ് റീജിയൻ ഏത് പോയിന്റ് പ്രൊഡക്ഷനെ ആയിരിക്കും കാണിക്കുന്നത്? ലോ ഓഫ് വേരിയബിൾ പോർഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ, അതിനൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റെലവൻറ്റ് റീജിയൻ ഏത് സ്റ്റേജ് ആയിരിക്കും അത് കാണിക്കുന്നത്? സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, റിഡ്ജ് ലൈനിന്റെ ഇൻസൈഡ് പോയിന്റ്സിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും ക്യാപിറ്റലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, റിഡ്ജ് ലൈനിന്റെ ഉള്ളിൽ ഐസോക്കനിന്റെ ഷേപ്പ് എന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ലോ. റിഡ്ജ് ലൈനിന്റെ പുറത്ത് ഐസോക്കനിന്റെ ഷേപ്പ് എന്തായിരിക്കും? പോസിറ്റീവ്ലി സ്ലോ. ഒരു റാഷണൽ പ്രൊഡ്യൂസർ ഈ പറയുന്ന റിഡ്ജ് ലൈനിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യോ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യോ? ഉള്ളിൽ പ്രൊഡ്യൂസ്. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു റിഡ്ജ് ലൈനും വരയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ആ പടം ഒന്ന് വരയ്ക്കാവോ?
ഞാൻ പറഞ്ഞു തന്നോളാവേ. ഞാൻ മെയിൻ പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നോളാം. നിങ്ങൾ ആ പടം ഒന്ന് വരയ്ക്കാതെ. എക്സ് ആക്സിസിൽ ലേബർ, വൈ ആക്സിസിൽ ക്യാപിറ്റൽ. ഓക്കെ ആണോ? ഈ സെയിം പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതിയാ? സെയിം പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. എന്താണെങ്കിലും ഇട്ടോ, ഞാൻ പടം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങളത് ഏത് കടയിലും ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ ഇട്ടാണെങ്കിൽ അത്രയും സൗകര്യം. വരച്ച് കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണേ. ആ L2ഉം K1ഉം നിങ്ങൾ എഴുതണം എന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ നെഗറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടേക്കുന്നതാണ്. അതിന് പ്രസക്തിയൊന്നുമില്ല. നമ്മളത് നിങ്ങൾ ആ വെറുതെ റിഡ്ജ് ലൈൻ ഒന്ന് വരച്ചാൽ മതി. പറഞ്ഞോട്ടെ? വരച്ചു സർ. വരച്ചു. ഓക്കെ. വരച്ചെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ ഹെഡിങ് എഴുതിക്കോ. എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ. അതിന് താഴെ സബ് ഹെഡിങ് ആയിട്ട് റിഡ്ജ് ലൈൻ. അതിന് താഴെ സബ് ഹെഡിങ് ആയിട്ട് റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈൻ സെപ്പറേറ്റ്. Ridge line separate the relevant bracket line negatively sloped, separate the relevant bracket line negatively sloped bracket close ചെയ്യുക from irrelevant or bracket positively sloped portion of the isocant. Portion of the isocant.
താഴെ ഓരോരോ പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. OX1 in the figure, OX1 and OY1 in the figure, OX1 and OY1 represent upper and lower ridge lines. In the figure, OX1 and OY1 represent upper and lower ridge line. At points R1, S1, T1, at point R1, S1, T1, marginal productivity of capital is 0. At point R1, S1, T1, marginal productivity of capital is 0. At point R1, S1, T1, marginal productivity of capital is 0. At RST points, at R1, S1, T1, marginal productivity of capital is 0. And MRTS LK is infinity. And MRTS LK is infinity. At points RST, at point RST, MPL is marginal productivity of labor. MPL marginal productivity of labor is 0. And MRTS is marginal rate of technical substitution. MRTS LK is 0. Okay, any MRTS എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? MRTS ഫോർമുല എന്ന് പറയുന്നത് MPL by marginal productivity of labor by marginal productivity of capital. Okay. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. MRTS LK is equal to MPL by MPK. ഇനി ഓക്കെ, താഴെ എഴുതിക്കോ. Ridge lines forms the boundaries of economic regions of production. Ridge line form the boundaries of economic region of production. Ridge line form the boundaries of economic region of production. Inside the ridge line, inputs have positive marginal productivity. Inputs have positive marginal productivity. Inside the ridge line, inputs have positive marginal productivity. Outside the ridge line, inputs have negative marginal productivity. Outside the ridge line, inputs have negative marginal productivity. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. റിഡ്ജ് ലൈൻ ഒക്കേഴ്സ് വേർ, പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പൂർത്തീകരിക്കാൻ പറ്റുമോ?
ridgeline occurs where marginal productivity of an input is 0. Ridgeline occurs where marginal productivity of an input എന്നാണ് പറയുന്നത്, ഏതിൽ ഒരെണ്ണത്തിന്റെ is 0. Upper ridgeline marginal productivity of capital is 0. Lower ridgeline marginal productivity of labor is 0. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. അപ്പർ റിഡ്ജ് ലൈൻ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഇസ് 0. ലോവർ റിഡ്ജ് ലൈൻ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇസ് 0. അടുത്ത പോയിന്റ് ആയിരിക്കോ, ബിയോണ്ട് ദ റിഡ്ജ് ലൈൻ, ബിയോണ്ട് ദ റിഡ്ജ് ലൈൻ IQ bend backwards. വേറെ ഏത് കർവാ ബെൻഡ് ബാക്ക്വേർഡ്സ് ചെയ്യുന്നത്? ലേബർ സപ്ലൈ കർവ്. ഓക്കെ, അവിടെ ഏത് എഫക്റ്റിനേക്കാളും കൂടുതലാ? ഇൻകം എഫക്ട് ഇസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. ഓക്കെ, ഇത് എഴുതിക്കോ, അടുത്ത എഴുതിക്കോ, ബിയോണ്ട് റിഡ്ജ് ലൈൻ IQ ബെൻഡ് ബാക്ക്വേർഡ്സ്. അടുത്തത് റാഷണൽ ഫേം, റാഷണൽ ഫേം never choose points outside the ridge line. Rational firm never choose point outside the ridge line. അടുത്തത് ridge line implies the stage 2 of production. Stage 2 of production. ഇത് നെവർ എന്നാണ്, നെവർ ചൂസ് പോയിന്റ്സ് ഔട്ട്സൈഡ് ദ റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈൻ ഇംപ്ലൈസ് സ്റ്റേജ് 2 ഓഫ് പ്രൊഡക്ഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം? കംപ്ലീറ്റ്ലി ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയം? സ്റ്റേജ് 2 എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ? എന്താണ് പ്രൊഡക്ഷൻ സ്റ്റേജ് 2 എങ്ങനെ മനസ്സിലായത്? സ്റ്റേജ് 2 ഈ പറയുന്ന എന്താ പറയാ, രണ്ടിന്റെയും ഇൻപുട്ട്, നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിലാണ് MP 0 ആവുന്നത്. ആ ഓക്കെ, സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡിലാണ് MP 0 ആവുന്നത്. ഓക്കെ, അങ്ങനെ പറയാം. പക്ഷെ അവിടെ ഒരു സംശയം, ടോട്ടൽ പ്രൊഡക്റ്റ് അവിടെ മാക്സിമം ആവില്ല. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആവോ? ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി നടക്കുന്നത് അവിടെയാണ്. ഇത് ഞാൻ സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് കറക്റ്റ് ആണ്. പക്ഷെ അവിടെ ഒരു കൗണ്ടർ ചോദ്യം ചോദിക്കാം. ആ കൗണ്ടർ ചോദ്യം ടീച്ചർ ചോദിക്കാത്തടത്തോളം കുഴപ്പമില്ല. മാക്സിമം ഇൻപുട്സ് യൂസ് ചെയ്യുന്നത്, മാക്സിമം ഇൻപുട്സ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മാക്സിമം ഇൻപുട്സ് പിന്നെയും യൂസ് ചെയ്യാലോ. സ്റ്റേജ് 3 മാക്സിമം ഇൻപുട്സ് അല്ലേ? കൗണ്ടർ ചോദ്യം എന്തെങ്കിലും ഉണ്ടോ ലക്ഷ്മി ടീച്ചറിന്? ചോദ്യം അതെങ്ങനെ കിട്ടിയ എനിക്ക് കത്തിയില്ല. കത്തിയില്ലേ? കത്താത്ത എന്താണ്? സ്റ്റേജ് 2 അല്ല, ലോ പറഞ്ഞതൊക്കെ എനിക്കറിയാം, പക്ഷെ സ്റ്റേജ് 2 എങ്ങനെയാന്ന് മനസ്സിലായില്ല. എങ്ങനെ അത് എഴുതാൻ കത്തിന്ന് പറ്റി? പറയണത് എങ്ങനെയാ? കത്തിയില്ലെന്ന് പറഞ്ഞ സ്റ്റേജ് 2 ഈ പറയുന്ന പ്രൊഡക്ഷൻ നടക്കുന്നത്. സ്റ്റേജ് 2 അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 എൻഡിൽ ഈ പറയുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്താണ്?
സീറോ. ആ മാർജിനൽ പ്രൊഡക്റ്റീവ് ലേബർ 0 ആണ്. സ്റ്റേജ് 3ലേക്ക് വരാൻ നേരത്തെ എന്താണ് മാർജിനൽ പ്രൊഡക്റ്റീവ് ലേബർ? നെഗറ്റീവ്. നെഗറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോ നെഗറ്റീവ് അല്ലേ? X1-ൽ നിന്ന് ഇപ്പൊ സിയിൽ നിന്ന് ഡിയിലേക്ക് പോകാൻ നേരത്തെ നെഗറ്റീവ് അല്ലേ? ആ അപ്പോ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഈ പറയുന്ന അത് തേർഡ് സ്റ്റേജ്, അത് ഇവിടെ വരുമ്പോ തേർഡ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞൂടെ? ആ അപ്പൊ ഇത് ബേസിക്കലി സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കില്ലേ? സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ അങ്ങനെ. സാർ, അതിന്റെ ഇടയിൽ ഇൻപുട്ട് എന്നൊക്കെ എന്തോ പറയാൻ വന്ന എന്തായിരുന്നു? അപ്പൊ ഇത് തന്നെയാണോ? എന്ത് സ്റ്റാർട്ട് ചെയ്തു ഇൻപുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്? ആ ഇൻപുട്ട് എന്നും പറഞ്ഞുകൊണ്ടല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വേറൊരു കൗണ്ടർ ചോദ്യം വരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കൗണ്ടർ ചോദ്യം എന്തായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? കൗണ്ടർ ചോദ്യം അതിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഞാൻ 50 രൂപ തരാം. ആരെങ്കിലും? ഇവിടെ ഒരു പ്രൊഡക്റ്റ് 0 ആവേണ്ട കാര്യമല്ലേ പറയുന്നുള്ളൂ. അതിൽ 2 പ്രൊഡക്റ്റ് പറയുന്നില്ലേ? അല്ല, 2 ഫാക്ടർ പറയുന്നില്ലേ നമ്മള്? വേരിയബിൾ പ്രൊപ്പോർഷൻ അങ്ങനെ 2 ഫാക്ടർ എവിടെ? ഒരു ഫാക്ടർ അല്ലേ പറയുന്നുള്ളൂ? രണ്ട് ഫാക്ടറും പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറ, എവിടെയാ 2 ഫാക്ടറും പറയുന്നത്? 2 ഫാക്ടറിനെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫിക്സഡ് ഫാക്ടറും ഉണ്ട്. അങ്ങനെ വെച്ചിട്ടല്ലേ സാർ പറയുന്നത്? ഓക്കെ, അതിന് സെയിം അങ്ങനെ തന്നെ വരണ്ടേ സാർ? അല്ല, എനിക്കറിയില്ല. 50 രൂപ മോഹിപ്പിച്ചതാണ്. ആരെങ്കിലും? ക്ലൂതാ. എന്റേത് 50 രൂപ കളയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലൂ തരത്തില്ലേ? ഞാനൊരു റാഷ് പറയട്ടെ. ഇല്ലില്ല, ഇതിന് ക്ലൂ ഒന്നുമില്ല. ടീച്ചർ പറയും. വല്ലോൻ്റെതും പൈസ പോകണമെന്ന് എന്ത് സന്തോഷം. ഞങ്ങൾക്ക് ഷെയർ ഇടാം. അടുത്ത എഴുതിക്കോ. അടുത്തത് ഇത് സംശയമൊന്നുമില്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും? സാറേ ക്വസ്റ്റ്യൻ കേട്ടില്ല. ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മണിക്കുട്ടി ഓടിപ്പോയി, സമയം കഴിഞ്ഞു. ടീച്ചർ എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ ചോദിച്ചത് ഇത് എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയാൻ കാരണം എന്ന്, റെലവൻറ്റ് സ്റ്റേജിനെ എന്തുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന്, ലോ ഓഫ് വേരിയബിൾ പോർഷന്റെ സെക്കൻഡ് സ്റ്റേജുമായിട്ട് എന്തിനാ കമ്പയർ ചെയ്യുന്നതെന്ന്. റിലവന്റ് റീജിയൻ ആയതുകൊണ്ട്. റെലവന്റ് റീജിയൻ ആയതുകൊണ്ട്. അതെ, റെലവന്റ് റീജിയൻ ആയതുകൊണ്ട്. അതിന് ആൻസർ കിട്ടി. ഉവ്വ. അല്ല, അതിനൊരു കൗണ്ടർ ചോദ്യം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഒരു ആൻസർ പറയാൻ നേരത്ത് ആ ചോദ്യം നിങ്ങൾക്ക് ആർക്കും ഇല്ലേ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ആ കൗണ്ടർ ചോദ്യം അതിന് ഉത്തരവും പറയാമെങ്കിൽ ഞാൻ 50 രൂപ തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. സാറ് തന്നെ പറയേ. ആ വേണ്ട. അതായത് വേരിയബിൾ പ്രൊപ്പോർഷനിൽ ഒരു എന്താണ് ഫാക്ടർ അല്ലേ മാറ്റുന്നുള്ളൂ? ഓക്കെ, അതുകൊണ്ട് അല്ല, കാരണം 50 രൂപ തരാം. പറഞ്ഞോളൂ. പ്രൊപ്പോർഷനിൽ ഒരു ഫാക്ടർ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ആ ഇത് കെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എല്ല് വേരി ചെയ്യുമ്പോഴല്ലേ അങ്ങനല്ലേ പറയും. ടീച്ചറെ, കൗണ്ടർ ചോദ്യം അപ്പൊ നിങ്ങൾ പറയാണ് റെലവന്റ് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേജ് 2 ആണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ലക്ഷ്മി ടീച്ചർ ഒരു കൗണ്ടർ ചോദ്യം ചോദിക്കും. ആ കൗണ്ടർ ചോദ്യം എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ആരെങ്കിലും ചോദിക്കേണ്ടതായിരുന്നു. അപ്പൊ സ്റ്റേജ് 2 എന്ന് പറയാൻ നേരത്ത് ഇനി ഇതിന് സമ്മാനമില്ലേ? പറയല്ല, ടീച്ചർ ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് 1 ആയിക്കൂടെ എന്ന് ചോദിക്കേണ്ടായിരുന്നു. അതായിരുന്നു കൗണ്ടർ ചോദ്യം. പക്ഷെ നിങ്ങൾ ചോദിച്ചില്ല. സ്റ്റേജ് 2 ഉണ്ട്, സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 3 ഉണ്ട്. സ്റ്റേജ് 2 ആന്ന് പറഞ്ഞു. സ്റ്റേജ് 3 അല്ലാന്ന് നമ്മൾ ഈ പറയുന്ന കൺക്ലൂസീവ്ലി നമ്മൾ പറയുകയും ചെയ്തു. അപ്പൊ ടീച്ചറിന്റെ ചോദ്യം എന്തായിരിക്കണം? അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് 1 ആയിക്കൂടെ? അല്ല, എന്തിനാ അന്ന് നമ്മൾ എ പഠിച്ചിട്ടുണ്ടല്ലോ ബി അല്ലേ സെക്കൻഡ് 1 സ്റ്റേജ് എന്ന് ആണ്. പറയുന്നത്. എ ബിയുടെ പോർഷൻ അല്ലേ സ്റ്റേജ് 1.
അപ്പൊ അവിടെ പോസിറ്റീവ് ആണ്. അപ്പം കൂടുതൽ ഇൻപുട്ട് എല്ല് കൂട്ടി കൂട്ടി വന്ന് ഏറ്റവും ലാസ്റ്റ് ലേബർ നെഗറ്റീവ് ആകുന്നത് തേർഡ് സ്റ്റേജ്, അങ്ങനല്ലേ? അപ്പം സെക്കൻഡ് സ്റ്റേജ് സ്വാഭാവികമായിട്ട് BC ആയിരിക്കുമല്ലോ. എന്താണ് എ ബിയുടെ സ്റ്റേജ്? അല്ല സാർ, AB-യില് പിന്നെ ലേബർ 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 അല്ലേ ഉള്ളി ഫാക്ടർ വേരി ചെയ്യുന്നേ, അതെങ്ങനെയാ? മറ്റേ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ആ അപ്പൊ അതുപോലെ CD ആകുമ്പോഴല്ലേ ലേബർ നെഗറ്റീവ് ആകുന്നേ. ഉവ്വ. അപ്പം നെഗറ്റീവ് റിട്ടേൺസ് വരുന്നത് തേർഡ് സ്റ്റേജ് അല്ലേ? അപ്പൊ ടീച്ചർ പറയുന്ന CD പോർഷൻ ഈ പറയുന്ന തേർഡ് സ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ലേ? ലേബർ അവിടെ നെഗറ്റീവ് ആകുന്നു എന്നല്ലേ പറഞ്ഞത്? കൂടി ആൻഡ് MP നെഗറ്റീവ് ആകുന്നു. അങ്ങനെയല്ല മിസ്സേ, ഇവിടെ അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് തിരിക്കലൊന്നുമില്ല. നമ്മൾ ബേസിക്കലി പറയുന്നത് ഇപ്പൊ AB പോർഷനിലും CD പോർഷനിലും അത് ഈ പറയുന്ന AB പോർഷനിലും CD പോർഷനിലും നോൺ എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അവിടെ സ്റ്റേജ് തിരിക്കൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇത് പറയാൻ വേണ്ടി നമ്മൾ സ്റ്റേജ് തിരിച്ചാണ്. ഇതിപ്പോ ബേസിക്കലി നമുക്കിത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോകെൻഡിൽ രണ്ടും ഈ പറയുന്ന വേരിയബിൾ ആണ്. ലോ ഓഫ് വേരിയബിൾ പോർഷനിൽ ഒരെണ്ണം ഫിക്സ്ഡും മറ്റേത് വേരിയബിളും ആക്കി വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത് കമ്പാരിസൺ പോലും പാടില്ല. പക്ഷേ ഈ പറയുന്ന നമ്മളുടെ റെലവെന്റ് റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് 2 ആണെന്ന് പറഞ്ഞു എന്ന് മാത്രം. സ്റ്റേജ് 1 ആവൂല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1-ലും ഒരു ഫാക്ടർ ഈ പറയുന്ന എന്താണ് സ്റ്റേജ് 1-ൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് റിട്ടേൺസ് ആ കിട്ടുന്നത് ഒരു ഫാക്ടറിന് ലോ ഓഫ് വേരിയബിൾ പോർഷനിൽ? അത് ഏതിനാ മിസ്? ഇൻക്രീസിങ് റിട്ടേൺസ് കിട്ടുന്ന ഏതിനാ സ്റ്റേജ് 1-ല്? MPK നെഗറ്റീവ് ഇൻക്രീസിങ് റേറ്റ് ആയതുകൊണ്ടല്ലേ? ഒക്കെ ഞാൻ സമ്മതിച്ചു. ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് ഒക്കെ സമ്മതിച്ചു. ഏത് ഫാക്ടറിനാ ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റിട്ടേൺസ് കിട്ടുന്നത്? ഏത് ഫാക്ടറിനാ? ലേബറിന് ഫസ്റ്റ് സ്റ്റേജിലെ ലേബറിന് ഇൻക്രീസിങ് റിട്ടേൺസ് കിട്ടുന്നു. അവിടെ നെഗറ്റീവ് റിട്ടേൺസ് കിട്ടുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതാരാ? ക്യാപിറ്റലിന് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. മനസ്സിലായോ? അപ്പൊ BC എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് ആവുമോ? ഇല്ല. കാരണം എന്താ? BC നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ? അന്നേരം ലേബർ ഒരു യൂണിറ്റ് കൂട്ടുമ്പോ അവിടെ ക്യാപിറ്റൽ കുറയല്ലേ ചെയ്യുന്നേ? ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ടീച്ചറോ ആലോചിച്ചോ? വേറെ ആർക്കെങ്കിലും അതിനൊരു ഇച്ചിരി നല്ല ഉത്തരം, പെട്ടെന്ന് പറയാവുന്ന ഉത്തരം? BC ഫസ്റ്റ് സ്റ്റേജും ആവൂല. ഇപ്പൊ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ചോദിക്കുക, അപ്പൊ അതെന്തുകൊണ്ട് സ്റ്റേജ് 2 ആവാത്ത? BC എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സ്റ്റേജ് 1 ആയിക്കൂടാ? സ്റ്റേജ് 1 ആവൂല. കാരണം എന്ന് പറയുന്നത് അവിടെ MPK മാർജിനൽ പ്രൊഡക്റ്റീവ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സ്റ്റേജ് 1 നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ BC എന്തുകൊണ്ടാ സ്റ്റേജ് 1 ആവാത്തെ? ക്യാപിറ്റൽ പോസിറ്റീവ് അല്ലേ? MPKയും MPLും എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ സ്റ്റേജ് 1 ആവൂല. ഓക്കെ, അതായിരുന്നു കൗണ്ടർ ചോദ്യവും അതിന്റെ ഉത്തരവും. ഓക്കെ, നിങ്ങൾ അതൊക്കെ വിട്ടേക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രേ ഉള്ളൂ. സ്റ്റേജ് 2 ആണ് റെലവെന്റ് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത എഴുതിക്കോ, ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് പകുതി പേർക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മനസ്സിലാക്കി അറിയാം നിങ്ങൾ. റെലവെന്റ് റീജിയനിൽ സ്റ്റേജ് 2 എന്നുള്ളതാണ് അതിന്റെ പ്രസക്തമായിട്ടുള്ള ഭാഗം. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. പ്രീതട്ടിന് മനസ്സിലായോ? കുറച്ചൊക്കെ. ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ.
കൗണ്ടർ ക്വസ്റ്റ്യന്റെ ആൻസർ അത്ര മനസ്സിലായില്ല. ടീച്ചറെ, കുറച്ചൊക്കെ മനസ്സിലായി, എന്നാലും ഒരു കൗണ്ടർ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അവിടെ സ്റ്റേജ് 1 ആവൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് 1 ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ സ്റ്റേജ് 1 മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ടീച്ചർ ആ നോട്ട് ഒന്ന് എടുത്ത് നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്റ്റേജ് 1 നെഗറ്റീവ് ആണ്. കാരണം ആ സമയത്ത് ഒരുപാട് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഉണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ. ക്യാപിറ്റൽ ഇസ് ടു മച്ച് ഇൻ റിലേഷൻ ടു ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഫസ്റ്റ് സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ നമ്മുടെ എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷനിൽ ഐസോക്കിന്റെ എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷനിൽ അവിടെ രണ്ടും എന്തായിരിക്കണം? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഒരെണ്ണം പോലും നെഗറ്റീവ് ആവാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അത് സ്റ്റേജ് 1 ആവൂല. ഓക്കെ, മനസ്സിലായി. ഇത് നിങ്ങൾ ഇത് ചെയ്യുന്നോട്ടോ, റിവൈസ് ചെയ്യണോട്ടോ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ ഈ പറയുന്ന അന്നേ ദിവസം അല്ലെങ്കിൽ തന്നെ കുഴയും. പിന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് പ്രഷറും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ ചക്ക വരട്ടണ പോലെ ഈ പറയുന്ന കുഴയും. ഏത് ഇലാസ്റ്റിസിറ്റി ഏത് എന്ന് നിങ്ങൾ ചോദിക്കുക അന്ന്. അടുത്ത എഴുതിക്കോ, ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. Elasticity of technical substitution. Elasticity of technical substitution. Basically, ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നത് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, ക്യാപിറ്റലും ലേബറും. നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത് തൽക്കാലം പഠിക്കാൻ വേണ്ടി. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും പ്രൊഡക്ഷനിൽ, പക്ഷേ നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സാണ്, ക്യാപിറ്റലും ലേബറും. ഇവർ തമ്മിൽ എത്ര എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ ആണല്ലോ? ക്യാപിറ്റലും ലേബറും എത്ര എളുപ്പത്തിൽ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതിൻ്റെ അതിൻ്റെ ആ ഈസിനെസ് കാണിച്ചു തരുന്ന ഒരു മെത്തേഡാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എളുപ്പമാണെങ്കിൽ നമ്മൾ പറയും, അതായത് ഈ പറയുന്ന നമുക്ക് ക്യാപിറ്റലും ലേബറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഹാവിങ് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. എളുപ്പമല്ല, അതായത് ക്യാപിറ്റലും ലേബറും ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതായത് വളരെ സിമ്പിളാണ് ഐഡിയ. ഫോർമുല വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞ തവണ ചോദിച്ചതുമാണ്. ഇത്രയേ ഉള്ളൂ. രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലും ഉണ്ട് ലേബറും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റലിനും ലേബറിനും നമുക്കൊരു കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഒരു 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 കമ്പനിക്ക് ഈ പറഞ്ഞ ക്യാപിറ്റലും ലേബറും മേടിക്കാൻ വേണ്ടി ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐഡിയ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റലിനെയും ലേബറിനെയും എത്ര എളുപ്പത്തിൽ, ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില കൂടി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വില കുറഞ്ഞ സാധനത്തിനെ വെച്ചുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും? അത്ര എളുപ്പമായിരിക്കുമോ? എപ്പോഴും ആ ഇൻറ്റൻസിറ്റി, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എളുപ്പം, ഈസിനെസ് എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പം അത് മെഷർ ചെയ്യുന്ന ഐഡിയ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ ക്യാപിറ്റലിന് പകരം ലേബർ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ലേബറിന് പകരം ക്യാപിറ്റലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ എളുപ്പമാണെങ്കിൽ, ആ പ്രോസസ്സ് എളുപ്പമാണെങ്കിൽ, രണ്ട് ഫാക്ടേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നമ്മൾ പറയും ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ഹാവിങ് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഓക്കെ, എളുപ്പമല്ലെങ്കിൽ നമ്മൾ പറയും ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ഹാവിങ് ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നലെ പഠിച്ചതിനെ ആസ്പദമാക്കി ഞാൻ ഈ കാര്യം ചോദിക്കുകയാണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും? ഈ പറയുന്ന ഫിക്സഡ് പ്രൊപ്പോർഷനിൽ എൽ ഷേപ്ഡ് ഐസോക്കൻ്റെ ആണെങ്കിൽ ഈ പറയുന്ന ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കോ, ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കോ? ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ.
അതായത് രണ്ട് ഫാക്ടേഴ്സ്, ആ രണ്ട് ഫാക്ടേഴ്സിനെ എത്ര എളുപ്പത്തിൽ ഈ പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എളുപ്പം ആ രണ്ട് ഫാക്ടേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഇസ് ഹാവിംഗ് ഹൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫാക്ടേഴ്സ് തമ്മിൽ ഹൈ ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് പറയും. ഇനി എളുപ്പം അല്ലെങ്കിൽ നമ്മൾ പറയും ലോ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അത്. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനൊരു ഐസോക്കൻഡ് വരച്ചു. ആ ഐസോക്കൻഡ് വരയ്ക്കാൻ നേരത്ത് ഓക്കെ, IQ1 ഐസോക്കൻഡാണ് ഞാൻ വരച്ചിരിക്കുന്നത്. IQ1 ഐസോക്കൻഡിൽ രണ്ട് പോയിന്റ് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും. എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. അതിന് ഞാൻ OA എന്ന് പേര് കൊടുത്തു. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. അതിന് ഞാൻ OB എന്ന് പേര് കൊടുത്തു. ഇത്രയും പ്രശ്നമില്ല. എക്സ് ആക്സിസിൽ ലേബർ ആസ് ഓൾവേസ്, വൈ ആക്സിസിൽ ക്യാപിറ്റൽ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ OA എന്ന് പറയുന്ന ലൈനിൽ നിന്ന് ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിച്ചു എന്നും എത്ര എമൗണ്ട് ഓഫ് ലേബർ ഉപയോഗിച്ചു എന്നും എനിക്കറിയാം. അതായത് OAയിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ OK1 എമൗണ്ട് ഓഫ് ക്യാപിറ്റലും OL1 എമൗണ്ട് ഓഫ് ലേബറും ആണ് ഞാൻ ഉപയോഗിച്ചത്. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഈ പറഞ്ഞൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് അറിയാൻ പറ്റും OK2 എമൗണ്ട് ഓഫ് ക്യാപിറ്റലും OL2 എമൗണ്ട് ഓഫ് ലേബറും ആണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഏതാ കൂടുതൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? OA. കാരണം കൂടുതൽ ക്യാപിറ്റൽ OAയിലാണല്ലോ. എയിൽ പ്രൊഡ്യൂസ് എ കോമ്പിനേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്താണ് കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ചേക്കണേ. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഈ പറയുന്ന എ എന്ന് പറയുന്ന മെത്തേഡ്, എ എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ OAയിൽ നിന്ന് OBയിലേക്ക് വരാൻ നേരത്ത് ആ സ്ലോപ്പിന് എന്താ സംഭവിക്കണേ? കുറയും അല്ലേ? നിങ്ങൾ നോക്കിയേ, OA എന്ന് പറയുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് നല്ല സ്ലോപ്പാണ്, അതായത് ഈ പറയുന്നത് സ്റ്റീപ്പാണ്. OB എന്ന് പറയുന്ന സ്ലോപ്പ് എങ്ങനെയാണ്? ഫ്ലാറ്റ് ആണ്. അപ്പൊ OAയിൽ നിന്ന് OBയിലേക്ക് വരാൻ നേരത്ത് ആ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഒരു ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഉണ്ടായിരുന്നു, ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഉണ്ടായിരുന്നു K1L1. ഓക്കെ, ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഉണ്ടായിരുന്നു K1L1. പിന്നെ ഒരു ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഉണ്ടായിരുന്നു K2L2. അപ്പൊ ഇതിൻ്റെ അത് ഏതാ കൂടുതൽ ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും K1L1 ഇസ് ഗ്രേറ്റർ ദാൻ K2L2. കാരണം കൂടുതൽ ക്യാപിറ്റൽ ഈ പറയുന്ന K1ലാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് ഞാൻ ഓൾറെഡി ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ചിത്രം പൂർണ്ണമാവുള്ളൂ. അപ്പൊ ആ കാര്യമാണ് MRTS. MRTS എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? മാർജിനൽ റേറ്റ്. അടിപൊളി. ഞാൻ ഇങ്ങനെ ചോദിക്കാൻ നേരത്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ മറുപടി പറയണം. MRTS ഇപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടാ അതെന്താണ്? ഐസോക്കൻഡിന്റെ സ്ലോപ്പ്. സ്ലോപ്പ് ഓഫ് ഐസോക്ക് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. സ്ലോപ്പ് ഓഫ് ഐസോക്ക് ഉണ്ട്. അപ്പോ A പോയിന്റിൽ നിന്ന് B പോയിന്റിലേക്ക് മാറാൻ നേരത്ത് ഈ MRTSന് എന്താ സംഭവിക്കുന്നത്? സ്ലോപ്പ് ഓഫ് ഐസോക്കൻഡിന് എന്താ സംഭവിക്കുന്നത്? കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കാൻ നേരത്ത് രണ്ട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളെയാ? ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആൻഡ് MRTS LK, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് change in capital labor ratio divided by percentage change in
MRTS MRTS LK. ഓക്കെ ആണോ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ, അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയിൽ നിന്ന് ബിയിലേക്ക് വരാൻ നേരത്ത് ക്യാപിറ്റൽ ലേബർ റേഷ്യോ മാറിയില്ലേ? ഇല്ലേ? മാറിയോ? മാറി. ഒ മാറി. എന്തായി? OB ആയി. അപ്പൊ ആ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഇല്ലേ, പെർസെൻറ്റേജ് ചേഞ്ച് അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ ഡെൽറ്റ കെ ബൈ ചേഞ്ച് ഇൻ K/L ഡിവൈഡഡ് ബൈ ഒറിജിനൽ K/L. K/L അല്ലേ? അല്ലേ? നമ്മള് പ്രൈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് പഠിക്കാൻ നേരത്ത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുന്നത് ഒറിജിനൽ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് ഡെൽറ്റ Original price. പി ഇൻറ്റു 100. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ കെ ബൈ K by Q. ഓക്കെ, ഡെൽറ്റ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്യാപിറ്റൽ ലേബർ കെ റേഷ്യോ. ബൈ എൽ ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാൻ പറ്റും? MRTS. ആ, ചേഞ്ച് ചേഞ്ച് ഇൻ ഇൻ MRTS LK ഡിവൈഡഡ് ബൈ Original MRTS. MRTS. ഒറിജിനൽ MRTS LK. ഓക്കെ ആണോ? ഓക്കെ ആണോ? എനിക്കിതിനെ തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ എങ്ങനെ വരും? ഡെൽറ്റ K/L ഡിവൈഡഡ് ബൈ K/L ഇൻറ്റു എങ്ങനെ വരും? MRTS LK divided by delta L. വെരി ഗുഡ്. MRTS LK ഡിവൈഡഡ് ബൈ ഡെൽറ്റ Delta MRTS LK. വേണമെങ്കിൽ ഡെൽറ്റ ടേംസ് ഒരുമിച്ച് കൊണ്ടുവരാം. ഡെൽറ്റ K/L ഡിവൈഡഡ് ബൈ സോറി Delta MRTS. ഡെൽറ്റ K/L ഡിവൈഡഡ് ബൈ ഡെൽറ്റ MRTS LK ഇൻറ്റു MRTS LK divided MRTS LK ഡിവൈഡഡ് ബൈ K by L. K/L. അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് Elasticity of technical substitution. ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഞാൻ ആദ്യം പഠിച്ചത് ക്യാപിറ്റൽ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ക്യാപിറ്റൽ ലേബർ റേഷ്യോ, പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞത് ഐസോക്കിന്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ കൂടെ കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് സാധനം കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? Elasticity of technical substitution. ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS LK. ഓക്കെ, കുറച്ച് നോട്ട്സ് ഒന്ന് എഴുതാം. എഴുതാം. Okay. ഓക്കെ, ഹെഡിങ് എഴുതിക്കോ. ETS, ഇലാസ്റ്റിസിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. Elasticity of technical substitution. It measures how easily one input labor bracket labor can be substituted for another bracket capital while keeping output constant. It measures how easily one input can be substituted for another K while keeping output constant. Formula percentage change in K/L divided by percentage change in MRTS
LK. അടുത്ത ടീച്ചർ വീഡിയോ ഓണാണേ. ഓക്കെ, ഇതും കൂടെ എഴുതിക്കേ. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൂടെ എഴുതിക്കോ. ഇറ്റ് ഈസ് ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ ഫാക്ടർ പ്രപ്പോർഷൻസ്. A relative change in factor proportions or input ratios as a consequence of relative change in MRTS, marginal rate of technical substitution. It is a relative change in factor proportion, that is input ratio, consequence of relative change in MRTS between MRTS. Okay, ഒരു ഡെഫിനേഷൻ കൂടെ എഴുതിക്കോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് proportionate change in slopes of two rays from the origin. നിങ്ങൾ ആ പടം ഓർത്തിരുന്നാൽ മതി. Ratio of proportionate change in slopes of two rays from the origin to the 2 points on an isocons to the 2 points on an isocons to the proportionate change in slope of isocons at those points. ബാക്കി നമുക്ക് നാളെ എഴുതാം. At those points. ഇത്ര ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? റേഷ്യോ ഓഫ് പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ദ സ്ലോപ്പ് ഓഫ് ടു റേസ് ഫ്രം ദ ഒറിജിൻ. നമ്മൾ ആദ്യം വരച്ച പടം അതേ ഡിവൈഡഡ് ബൈ റേഷ്യോ ഓഫ് പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ MRTS. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഇനി ഇന്നലെ ആരോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അത് ആരായിരുന്നു? ഞാൻ മറന്നുപോയി. മറ്റേ അതെവിടെയായിരുന്നു അത്? സർ താഴോട്ട് ടീച്ചർ അത് ആരായിരുന്നു? ഇവിടെ ഉണ്ടോ ആള്? DMRTSന്റെ ആൻസർ ഞാനാണ്. അത് തന്നെ DMRTSന്റെ ആ വേർഡിങ് എന്തായിരുന്നു മിസ്സേ നമ്മൾ പറഞ്ഞത്? The smaller the rate at which MRTS diminishes. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ടീച്ചർ ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസ് ആലോചിക്കുക. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ MRTS എന്തായിരിക്കും ടീച്ചറെ? കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാനൊരു നമ്പർ ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു 4 എന്ന് പറയുന്ന നമ്പർ ഇതിൽ നിന്ന് താഴെ പോവുമോ? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസില് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി മറ്റേത്. അതായത് താഴെ പോവാൻ വിസമ്മതിക്കും തോറും അത് എന്തായി മാറിക്കൊണ്ടിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആലോചിച്ച് നോക്ക്. 4 നിന്ന് ഇപ്പൊ 3 ആവുന്നതിന് പകരം 3.8 ആവുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പിന്നീട് അത് 3.5 ആവുന്നുള്ളൂ എന്ന് വിചാരിക്കുക. മറ്റേ വേറൊരു സ്ഥലത്ത് 4 നിന്ന് 2 ആവുന്നു, 2 നിന്ന് 1 ആവുന്നു. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് ഏറ്റവും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്ത് നിൽക്കുന്ന ഏതാ? 3.8.
4 3.8 3.5. അതായത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ നമ്മൾ എന്തെന്നാ പറഞ്ഞേ, MRTS എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞേ, കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ്. ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുന്നില്ല. ഇതിന്റെ അകത്ത് ഈ രണ്ട് ഞാൻ കേസ് തന്നിട്ടുണ്ട്, കേസ് 1ഉം കേസ് 2ഉം. ഇതിന്റെ അകത്ത് മാറാൻ വൈമുഖ്യം കാണിക്കുന്ന ഏതാ? കേസ് 1 ആണോ കേസ് 2 ആണോ? കേസ് 2. ഐ മാറാൻ വൈമുഖ്യം കാണിക്കുന്ന പറഞ്ഞാൽ മാറുന്നില്ലാത്തത്, മാറുന്നില്ലാത്തത് അതേതാ? കേസ് 1. കേസ് Case 1 അല്ലേ? മറ്റേതിൽ 4 2 1 പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ MRTS ലെസ്, അത് എന്തായിരുന്നു വേർഡ്, എന്തായിരുന്നു MRTS? ഇതും കൂടെ കഴിഞ്ഞിട്ട് വിടാവേ. MRTS സ്മോളർ റേറ്റിൽ മാറും തോറും ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? ഗ്രേറ്റർ ആവുന്നു. കൂടിക്കൊണ്ടിരിക്കും അല്ലേ? ഇവിടെ നോക്കിയേ, ഏതാ ഈ ഇതിന്റെ അകത്ത് കേസ് 1 ആണോ കേസ് 2 ആണോ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന് അടുത്ത് നിൽക്കുന്നത്? കേസ് 2 അല്ലേ? Case 1. കേസ് 2 ആവണം എങ്ങനെയാ ടീച്ചറെ? കേസ് 2 Case 1. കേസ് 2 മാറിക്കൊണ്ടിരിക്കല്ലേ, 4 2 1 പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കല്ലേ. കേസ് 1 അല്ലേ മാറാതിരിക്കുന്നത്? അതായത് 4നോട് അടുത്ത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും MRTS എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം എടുക്കുകയാണ്, 4 എടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ടീച്ചർ കമ്പയർ ചെയ്യുക, കേസ് 1ഉം കേസ് 2ഉം എപ്പോഴാണ് ഈ പറയുന്നത് 4നോട് അടുത്ത് നിൽക്കുന്നത്, 4ൽ നിന്ന് മാറുന്നില്ല, 4ൽ നിന്ന് മാറുന്നില്ല എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്ന ഏതാ? കേസ് 1 അല്ലേ? Case 1. അപ്പോ താഴാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, ആ നമ്പർ 4ൽ നിന്ന് താഴാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി കൂടുതലാണെന്നാണോ കുറവാണെന്നാണോ? സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി കൂടുതലാണെന്ന്. കൂടുതലാണെന്ന്. അതായത് നമ്മൾ പറഞ്ഞേക്കാൻ എന്താ, സ്മോളർ ദ റേറ്റ് അറ്റ് വിച്ച് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷസ് ഗ്രേറ്റർ ദ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. ശരിയാണ്, കാരണം 4നോട് അടുത്ത് നിൽക്കുകയാണ്. 4നോട് അടുത്ത് നിൽക്കുമ്പോൾ അത് എന്താന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായത് ലെസർ ദ റേറ്റ് അറ്റ് വിച്ച് മാർജിനൽ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോൾസ്, പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനോട് അടുത്ത് നിൽക്കുകയാണ്, ഗ്രേറ്റർ ദ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ഭയങ്കര സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ്, അതിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഗ്രേറ്റർ ദ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. ഓക്കെ ആണോ? അത് ഓക്കെയാണ് സാർ. അപ്പൊ ഈ കേസ് 2 വരുമ്പോ എന്താ പറഞ്ഞത്, ഈ 4ൽ നിന്ന് 2 ആവുമ്പോ ആ ഒരു കേസ് കൊടുക്കണം. ആ കേസ് വരുമ്പോ എന്താ അവിടെ, എന്താ സ്മോളർ റേറ്റ് അറ്റ് വിച്ച്, സ്മോളർ റേറ്റ് ആണോ അവിടെ വരുന്നത്? ലാർജ് റേറ്റിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ലാർജ് റേറ്റിൽ MRTS മാറുകയാണെങ്കിൽ അതിനർത്ഥം എന്തെന്നാ, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞോണ്ട് വരും. കുറഞ്ഞോണ്ടിരിക്കും. നേരെ ഉൾട്ട കുറഞ്ഞോണ്ടിരിക്കും. ഓക്കെ സാർ, മനസ്സിലായി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ആദ്യം പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസ് ആലോചിക്കണം, അല്ലാണ്ട് ആലോചിക്കാൻ നിൽക്കരുത്. ഒന്ന് റിലേറ്റ് ചെയ്ത് ആലോചിക്കുമ്പോഴാണ് അത് എളുപ്പം കിട്ടുന്നത്, അല്ലാണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ സാർ. ഇനി ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഒന്നുകൂടെ പരിഹരിക്കാം. അപ്പൊ ടീച്ചർമാരെ, ഓക്കെ സാർ. ഭക്ഷണം കഴിക്കുക, എല്ലാത്തിനും നന്ദി പറയുക, കയറി കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ്. അപ്പൊ താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ടീച്ചർ.